ജർമ്മനി വന്നിട്ട് അധികം ഫ്രണ്ട്സൊന്നും ആയിട്ടില്ല കേട്ടോ. ആകെ ഉള്ളാവുന്ന ഒരു മല്ലു ഫ്രണ്ടാണ് ഈ കൂടെ നിൽക്കുന്ന താരം. ആളിവിടെ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. കുറേ നാളായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യമാണ് നമുക്ക് രണ്ടുപേർ കൂടി ഒരു ഔട്ടിങ് പോയാലോ എന്ന്. പക്ഷെ അങ്ങനെ നടക്കാറില്ല. കാരണം ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ വെതർ ചതിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി ചതിക്കും. ഇന്ന് എന്തായാലും എല്ലാം കൂടി സെറ്റായ ഒരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു റോസ് ഗാർഡനിൽ പോയതാണ്. ഈ ചേച്ചിനെ ആദ്യം പരിചയപ്പെടുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ചേച്ചിക്ക് വീഡിയോസ് എടുക്കലിനോടൊന്നും വലിയ താല്പര്യമില്ലെന്ന്. പക്ഷേ ഉണ്ടല്ലോ പിന്നീട് ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ആൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞങ്ങളിവിടെ വന്നിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ അമ്മയ്ക്ക് അയച്ചു കൊടുത്തപ്പോൾ അമ്മയും എൻ്റെ കസിൻസൊക്കെ പറഞ്ഞത് ഓരോന്നീന്നും ഓരോ തൈ ഒടിച്ചിട്ട് പോരേന്നാണ്. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ ഫുള്ള് ക്യാമറയാണ്. അതുമാത്രമല്ല ഏതെങ്കിലും പൂ പറിക്കുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഒരു പൂന്തോട്ടത്തിൻ്റെ പൈസ അങ്ങോട്ട് ഫൈൻ കൊടുക്കേണ്ടി വരും. പിന്നെ ഈ പ്ലേസിൻ്റെ പ്രത്യേകത ജർമ്മനിയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന പ്ലേസാണ് ട്രാപ്ടോപ്പർ. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നിന്നിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിപ്പിച്ച് ആളെ ഒന്ന് കൂളാക്കി. അപ്പോഴത്തേക്കാണ് ആൾക്ക് ഓർമ്മ വന്നത് വൈകുന്നേരം കുർബാന ഉണ്ടെന്ന്. അങ്ങനെ അപ്പം തന്നെ ആളെ പാക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ